ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ എന്താ പഠിച്ചേ? ഡെറിവേറ്റീവ്സ് ആണ് യൂസിങ്. ഏതൊക്കെ പഠിച്ചു? ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു. പിന്നെയോ പ്രൊഡക്റ്റ് റൂൾ, കോഷ്യൻ റൂൾ അല്ലേ? ഇപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നത്? ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്തത് സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? ഇല്ല. എന്ന് നോക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്ക് എക്സ്. പറഞ്ഞേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വേഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞേ. ലിമിറ്റ് മറന്നു പോരുത് കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സീക്ക് എക്സ് എന്തായിരിക്കും? പറഞ്ഞേ. ലിമിറ്റ്, ഒരു സെക്കൻഡ്, ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് ആരാ? പറ. എഫ് ഓഫ് എക്സ് ആരാ? സീക്ക് എക്സ് ആണ്. ഇപ്പൊ ആരും എഴുതണ്ട. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആരാ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് സീക്ക് എക്സ് പ്ലസ് എച്ച് അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സീക്ക് എക്സ് എന്താന്ന് പറഞ്ഞേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പറയ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സീക്ക് എക്സ് പ്ലസ് എച്ച് മൈനസ് സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ? ഇനി സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1/cos ആണ് അല്ലേ? സോ ഞാൻ ഈ 1/h ഇവിടെ എഴുതാണ്. 1/h മാറ്റി എഴുതാണ്. ഇനി സീക്ക് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 1/cos എക്സ് പ്ലസ് എച്ച് മൈനസ് 1/cos എക്സ് അല്ലേ? ഇത്രയൊന്ന് എഴുതിക്കേ. എന്തായി? കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ എന്താ കിട്ടാ? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h cos x minus cos x plus h divided by cos x into cos x plus h. ഇങ്ങനെ എഴുതാലോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പൊ ആരും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യാം? ഈ കോസ് എക്സിനെ ഞാൻ പുറത്തോട്ടേക്ക് മാറ്റുകയാണ്, കാരണം എച്ച് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. സോ 1/cos x ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. cos x മൈനസ് cos x plus h divided by cos x plus h. ഇങ്ങനെ എഴുതാലോ.
ഞാൻ ഒന്നും ചെയ്തില്ല, ഇവിടെ ഒരു cos x ഉണ്ടായിരുന്നു, അത് ഞാൻ 1/cos x ആക്കി ഇങ്ങോട്ടേക്ക് എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, നമ്മുടെ ന്യൂമറേറ്ററിൽ ഉള്ളത് cos x മൈനസ് cos x പ്ലസ് h ആണ് അല്ലേ? എന്താണ് cos a മൈനസ് cos b? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു cos a മൈനസ് cos b എന്താണ്? ആണോ? മൈനസ് 2 സൈൻ a പ്ലസ് b ബൈ 2 സൈൻ a മൈനസ് b ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റുമോ? താഴെ എഴുതിയിട്ട് 1/cos x ലിമിറ്റ് h tends to 0 1/h മൈനസ് 2 സൈൻ a പ്ലസ് b ബൈ 2. x പ്ലസ് x എത്രയാ? എന്ത് വെച്ച് ലേറ്റ് ആയേ? മൈനസ് 2 സൈൻ x പ്ലസ് h ബൈ 2 സൈൻ x മൈനസ് h ബൈ 2 ഡിവൈഡഡ് ബൈ cos ഓഫ് x പ്ലസ് h. ഇങ്ങനെ എഴുതി. എത്രയൊന്നും എഴുതിക്കേ? ഒന്നും ചെയ്തില്ല. ഇവിടെ വി ഹാവ് cos x മൈനസ് cos x പ്ലസ് h, അതായത് cos a മൈനസ് cos b. നമുക്കറിയാം എന്താണ് cos a മൈനസ് cos b? മൈനസ് 2 സൈൻ a പ്ലസ് b ബൈ 2 സൈൻ a മൈനസ് b ബൈ 2. അതിവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയേ? മൈനസ് 2 സൈൻ x പ്ലസ് h ബൈ 2 സൈൻ x മൈനസ് h ബൈ 2 ഡിവൈഡഡ് ബൈ cos ഓഫ് x പ്ലസ് h. പൊക്കത്തെ അതെങ്ങനെ നമ്മൾ മാറ്റും? അതിനെ മാത്രാക്കി അതിപ്പോ നമുക്ക് എടുക്കാതെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ആകെ പറ്റുന്നത് cos x ഡിവൈഡഡ് ബൈ cos x പ്ലസ് h മൈനസ് cos x പ്ലസ് h ബൈ cos x പ്ലസ് h. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ അവന്തിക സുരേഷ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ ക്ലാസ്സിൽ? ഫിസിക്സ് ആണോ? മാത്സിലുണ്ടോ ആ കുട്ടി? ഇല്ലല്ലോ. ആ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞല്ലേ? ബാക്കി മുകളിൽ എഴുതാട്ടോ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞേ. വിച്ച് ഇസ് ഈക്വൽ ടു 1/cos x limit h tends to 0 1/h minus 2 sin x plus x 2x plus h by 2 sin x and minus x will get cancelled, sin of minus h by 2 divided by
divided by cos of x plus h. Sin of minus x എന്താ? Sin of minus x എന്താ? Sin of minus x എന്താ? Minus sin x. So sin of minus h by 2 എന്താ? Minus sin h by 2. എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഈ നെഗറ്റീവും ക്യാൻസൽ ആകുമല്ലോ. ബാക്കി എന്താ ഉള്ളത്? 1 by cos x limit h tends to 0 1 by h sin 2x plus h by 2 by cos x plus h into 2 ഇല്ലേ sin h by 2. എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ചേഞ്ച് ഒന്നും വരുത്തിയില്ല. ഞാൻ ഇതിന് sin h by 2 cos x plus h എന്നുള്ള ഡിനോമിനേറ്റർ കൊടുത്തില്ല, കുഴപ്പമില്ലല്ലോ, ഫ്രാക്ഷൻ അല്ലേ. ഇനി ഞാനിത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1 by cos x ലിമിറ്റ് h tends to 0 sin 2x plus h by 2 divided by cos of x plus h into sin h by 2 divided by h by 2. ഇങ്ങനെ എഴുതാമോ? നോക്കി, ഈ എച്ച് ഇങ്ങോട്ടേക്ക് എടുത്തു, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ എച്ച് ഇങ്ങോട്ടേക്ക് എടുത്തു. പിന്നെ ഈ മുകളിലുള്ള 2 ഡിനോമിനേറ്ററിലായിരിക്കുമല്ലോ അത് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഈ മുകളിലുള്ള 2 എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളാം. ഡൗട്ട് ഉണ്ടോ? ഈ എച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഡൗട്ട് ഉണ്ടോ? ഈ എച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? Example 2 divided by 3 into 4. ഇതാ ഈ ഒരു ഫ്രാക്ഷൻ ഗായത്രി നോക്ക 2 into 7 divided by 3 into 4. ഇതിന് എനിക്ക് 2 by 3 into 7 by 4 എന്ന് എഴുതാമോ? 2 into 7 divided by 3 into 4 ഞാൻ 2 by 3 into 7 by 4 എന്ന് എഴുതി. അങ്ങനെ തന്നെയല്ലേ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു 1 by h പുറത്തുണ്ട്. അപ്പൊ ഞാൻ sin 2x plus h by 2 divided by cos x plus h into sin h by 2 into 1 by h എന്ന് എഴുതി. അത് വേണ്ട. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഇവിടെ 4 ഇല്ലായിരുന്നു വിചാരിച്ചു. എങ്ങനെയാ ഇതിനെ എഴുതുക? ഇങ്ങനെയല്ലേ എഴുതുക? 2 by 3 into 7 എന്നല്ലേ എഴുതുക, അല്ലേ? ഇനി ഒരു 3 കൂടെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുവോ? പറ്റൂലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷന് പകരം പ്ലസ് ആയിരുന്നെങ്കിൽ ഡിനോമിനേറ്റർ 2 സ്ഥലത്തും കൊടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ കൊടുക്കണ്ട. ഇനി നോക്കാം, ഇവിടെ ന്യൂമറേറ്ററിൽ 2 ഉണ്ട്. ന്യൂമറേറ്ററിൽ 2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ അല്ലേ. ഇതിനെ നമുക്ക് sin h by 2 divided by h by 2. ഇതിനെ എങ്ങനെ എഴുതാ? sin h by 2 into 2 by h. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എങ്ങനെയാ ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കും. അപ്പൊ ഈ 2 ന്യൂമറേറ്ററിൽ വന്നില്ലേ, അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്ന 2-നെ ഡിനോമിനേറ്ററിലോട്ട് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. സംശയം ഉണ്ട് ചോദിച്ചോളേ. ക്ലിയർ അല്ലേ? ഇത് റബ്ബ് ചെയ്തോട്ടെ. ഇവിടെ വരെ എഴുതിയതല്ലായിരുന്നു നേരത്തെ. Which is equal to 1 by cos x limit h tends to 0 sin 2x plus h by 2 by cos x plus h into limit h tends to 0 sin h by 2 by h by 2. ഇതെന്താ? limit h tends to 0 sin h by 2 by h by 2. limit x tends to 0 sin x by x 1 അല്ലേ? സോ ഇതിനെ 1 എന്ന് എഴുതാമല്ലോ. ബാക്കി എന്താ ഉള്ളത്? 1 by cos x limit h tends to 0 sin 2x plus h by 2 by cos x plus h into 1. ഇനി hന്റെ വാല്യൂ കൊടുക്കാം. ഇതെന്തായിട്ട് മാറും? പറഞ്ഞേ. which is equal to 1 by cos x sin
എച്ച് 0 ആയി. സോ 2x/2 എന്നായി. 2x/2 എത്രയാ? എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇനി 1/cos x എന്താ? sec x. sin x/cos x tan x. So the answer is sec x tan x. ഇത് ബൈ ഹേർട്ട് ചെയ്തോളൂ കേട്ടോ. sec x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec x tan x. എനിക്ക് കഴിഞ്ഞോ? സൗണ്ട് പോയോ ഗായത്രിയുടെ? എന്ന് പോയി? പനിയോ? അത് കുറച്ചേറെ തുടങ്ങിയിട്ട്. കഴിഞ്ഞോ? ഡീസന്റ് ആയിരുന്നോ? കഴിഞ്ഞോ? ഇനി ആരെ കഴിയാത്ത? വേഗം എഴുതിട്ടാ. ഉണ്ടാകോ? അല്ല, 29 തീയതി ഉണ്ടാവില്ലേ? 29 തീയതി. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇനി ആരെങ്കിലും കഴിയാനുണ്ടോ? ആരെങ്കിലും കഴിയാനുണ്ടോ? അല്ല, കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Next question, 5 sec x plus 4 cos x. 5 sec x plus 4 cos x. Question എഴുതിക്കേ. എഴുതിയോ? ഇതെന്താ ഇത്? f of x അല്ലേ? f of x is equal to 5 sec x plus 4 cos x. ഇനി നമുക്ക് എന്താ വേണ്ടത്? f of x plus h. എത്രയാ? എന്താ f of x plus h? 5 sec x plus h പ്ലസ് ഒന്നും പറയൂലേ? പ്ലസ് 4 cos x plus h. ഇനി f dash of x ന്റെ ഇക്വേഷൻ എന്താ? എഴുതണ്ട. f of x plus h minus f of x. ഇതാണ് f dash of x ന്റെ ഇക്വേഷൻ. ഉറപ്പല്ലേ? ഇത് പറയാത്ത ലിമിറ്റ് h tends to 0 f of x plus h minus f of x by h. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. പറ, ഉറക്കെ പറഞ്ഞേ. 4 cos x plus h minus 5 sec x minus 4 cos x by h അല്ലേ? ഇനി 5 കോഎഫിഷ്യന്റ് വരുന്ന ടേംസിൽ ഒരുമിച്ച് എഴുതാം, 4 കോഎഫിഷ്യന്റ് വരുന്ന ടേംസിൽ ഒരുമിച്ച് എഴുതാം. which is equal to limit h tends to 0 5 sec x plus h minus 5 sec x plus 4 cos x plus h minus 4 cos x divided by h, which is equal to limit h tends to 0 1 by h 5 കോമൺ എടുക്കുക sec x plus h minus sec x plus 4 കോമൺ എടുക്കുക cos x plus h minus cos x. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ ചെയ്തേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ ചെയ്തില്ലേ അതേപോലെ sec x plus h ന്റെ 1 by cos x plus h എന്ന് എഴുതുക, sec x ന്റെ 1 by cos x എന്ന് എഴുതുക. എന്ത് ചെയ്യാട്ടോ? കിട്ടി? ഫൈനൽ ആൻസർ കിട്ടിയാ? ഇങ്ങനെയൊക്കെ പറയണേ. കിട്ടിയ ആൻസർ കിട്ടിയോ? ഫൈനൽ ആൻസർ കിട്ടിയോ? ചെയ്യുവാണോ? ചെയ്തു.
കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നു, ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഇത് കഴിഞ്ഞോ ചെയ്ത്? ഇത് ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? കിട്ടുന്നുണ്ടോ? കാണിച്ചു തന്നോ? മുകളിൽ എഴുതാട്ടാ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ലിമിറ്റ് h ടെൻസ് ടു 0 1/h 5 into sec x plus h minus sec x അല്ലേ? sec x plus h എന്താ? sec x plus h sec എന്താ? 1/cos അല്ലേ? അല്ലേ? സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പറയ്, എഴുതല്ലേ, വേദ പറഞ്ഞേ. 1/cos x plus h മൈനസ് sec x എങ്ങനെ എഴുതാം? 1/cos x plus 4 into cos x plus h minus cos x. ഇനി എന്താ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? പറയും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഈ 1/cos x plus h മൈനസ് 1/cos x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് പറഞ്ഞേ, ലിമിറ്റ് h ടെൻസ് ടു 0 1/h 5 into cos x minus cos x plus h divided by cos x into cos x plus h അല്ലേ? പ്ലസ് 4 into cos x plus y. cos x plus y യുടെ ഇക്വേഷൻ എന്താ? cos x plus y, cos of x plus y ഇക്വേഷൻ പറ. cos x cos y മൈനസ് sin x sin y. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? 4 into cos x cos h മൈനസ് sin x sin h മൈനസ് cos x. അങ്ങനെ എഴുതാലോ. cos x plus h നെ ഞാൻ എങ്ങനെ എഴുതി? cos x cos h മൈനസ് sin x sin h, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് cos x. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുക നോക്കി. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഈ cos x നെ പുറത്തോട്ട് എടുക്കാമല്ലോ. അപ്പൊ എന്താക്കി കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു, അത് അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അത് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 1/h 5 into cos x minus cos x plus h divided by cos x minus cos x plus h എന്താ? cos a minus cos b. എന്താ cos a minus cos b? cos a minus cos b എന്താ? minus 2 sin x plus a plus b by 2 sin a minus b by 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? 5 into minus 2 sin x plus h by 2 sin x minus h by 2.
അല്ലേ? സംശയമില്ലല്ലോ, ശ്രദ്ധിച്ചിരുന്നോളണം. സംശയമുണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് പ്ലസ് പ്ലസ് ഇനി ഞാൻ ഇവിടെ ഒരു ഇവിടെ നോക്കി കോസിക്സ് കോസിക്സ് ഉണ്ട്, മൈനസ് കോസിക്സ് ഉണ്ട് അല്ലെ? മൈനസ് കോസിക്സ് കോമൺ എടുക്കാൻ പോവാ. അപ്പൊ എന്താ കിട്ടാ? +4 മൈനസ് കോസിക്സ് കോമൺ എടുത്തു. അപ്പൊ ഇവിടെ മൈനസ് കോസിക്സ് ഉണ്ടായിരുന്നു. മൈനസ് കോസിക്സ് മൈനസ് കോസിക്സ് ബാക്കി എന്താ ഉള്ളത്? 1 അല്ലേ? 1. ഇനി ഇവിടുന്ന് മൈനസ് കോസിക്സ് പോയി, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? മൈനസ് കോസിച്ച് അല്ലേ? പിന്നെ ബാക്കി മൈനസ് സൈൻ എക്സ് സൈൻ എച്ച്. ആ ടേമിന് ചേഞ്ച് ഒന്നും ഇല്ല. സംശയം ഉണ്ടോ നോക്ക്. ഒന്നും കൂടെ പറയണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. നെക്സ്റ്റ് which is equal to limit h tends to 0 1 by h 5 into -2 sin x plus x 2x plus h by 2 sin x minus x cancel ആകും, sin of minus h by 2 അല്ലെ? sin of minus h by 2 എന്ന് പറഞ്ഞാൽ മൈനസ് sin h by 2 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ cos x plus h plus 4 into minus cos x into 1 minus cos h minus sin x sin h. ഇനി ഈ മൈനസും ക്യാൻസൽ ചെയ്യാമല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുക? നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തേ? പറ. എച്ചിന് എടുക്കാം. പിന്നെയോ ഈ 2-നെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? ചെയ്തേ, ഇത്ര എഴുതിക്കേ. എവിടെയെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോണേ. ആ സൈഡിൽ എഴുതിയ ഇക്വേഷൻസ് ഒക്കെ സൈഡിലൊന്നും എഴുതി വെച്ചേക്കില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഡൗട്ട് ആയിരിക്കും ഇതെങ്ങനെ വന്നു എന്ന്. നിങ്ങൾക്ക് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഡാൻസോ പാട്ടോ? ഡാൻസോ? രണ്ടുപേരും ഉണ്ടായിരുന്നു. ആ
ദേ ഈ രണ്ട് ടേമിൽ നിന്നാണ് സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. ഈ രണ്ട് ടേമിൽ നിന്നാണ് നമ്മൾ cos x കോമൺ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ cos x എടുക്കുമ്പോൾ ബാക്കിയുള്ള എന്താ മൈനസ് കോസ് എച്ച് ആണ്. മൈനസ് കോസ് എച്ച് നമ്മൾ എടുത്തത്. പിന്നെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 1 ആണ്. ആ 1 മൈനസ് കോസ് എക്സിന് നമ്മൾ കോമൺ എടുക്കാന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ മൈനസ് കോസ് എക്സിന് മൈനസ് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്ന മൈനസ് കോസ് എച്ച് പ്ലസ് 1 എന്നാണ്. അതിനൊന്ന് ഓർഡറാക്കി എഴുതുകയാണ് 1 മൈനസ് കോസ് എച്ച്. നമുക്കുള്ളത് നമ്മൾ കോമൺ എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ടേം എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് എച്ച് മൈനസ് കോസ് എക്സ്. ഇതാണ് നമ്മുടെ ടേം. നമ്മൾ കോമൺ എടുക്കുന്ന മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് കോസ് എക്സ് ഇവിടെ നിന്ന് കോസ് എക്സ് കോസ് എച്ചിന് മൈനസ് കോസ് എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് മൈനസ് കോസ് എച്ച് ആണ്. മൈനസ് കോസ് എക്സ് ഇത് എത്ര ലേറ്റ് ആയ മൈനസ് കോസ് എക്സിന് മൈനസ് സിക്സ് കോസ് എക്സ് പ്ലസ് 1. ഇനി ഇതിനെ മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ്. കഴിഞ്ഞോ? ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? നോക്കി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു 5 ഇൻറ്റു സൈൻ 2x പ്ലസ് h/2 സൈൻ h/2 ഇങ്ങനെ എഴുതാവോ ഫസ്റ്റ് ഫ്രാക്ഷനെ? ഇതും കൂടെ എഴുതിയിട്ട് പറയാവേ. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാവോ? നോക്കി ഞാനിവിടെ എന്താ ചെയ്തത്? ലിമിറ്റ് ഓഫ് എ പ്ലസ് ബി ആയിരുന്നു. അത് ഞാൻ ലിമിറ്റ് ഓഫ് എ പ്ലസ് ലിമിറ്റ് ഓഫ് ബി ലിമിറ്റ് രണ്ടിടത്തും കൊടുത്തു. പിന്നെ എന്താ ചെയ്തേ? ഇവിടെ 5 കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്താ ഒരു കോസ് എക്സ് ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ആരും എഴുതണ്ട. ഇവിടെ കോസ് എക്സ് ഉണ്ട്. ഈ കോസ് എക്സിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ലിമിറ്റ് h ടെൻസ് ടു 0 5 സൈൻ 2x പ്ലസ് h/2 ബൈ കോസ് എക്സ് പ്ലസ് എച്ച്. ഇവിടെ കോസ് എക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കോസ് എക്സ് പ്ലസ് എച്ചേ ഉള്ളൂ. പിന്നെയോ സൈൻ h/2 ഉണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടായിരുന്ന എച്ചിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. മേളിൽ ഉണ്ടായിരുന്ന 2നെ ഡിനോമിനേറ്റർ ആക്കി എഴുതി. ഫസ്റ്റ് ഫ്രാക്ഷൻ ഓക്കെ ആണല്ലോ. പ്ലസ് 4 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എച്ച് ബൈ എച്ച് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് ബൈ എച്ച്. ക്ലിയർ ആണോ? എഴുതിക്കോ.
കഴിഞ്ഞോ? ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവരാരാ? കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? നോക്കിയിട്ട് പറഞ്ഞേ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. പറ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഈ പോർഷൻ മാത്രം, ഈ ഒരു പോർഷൻ മാത്രം നോക്കിയിട്ട് പറ. ഇവിടെ 5/cos x നമുക്ക് പുറത്ത് എഴുതാം അല്ലേ? ഇനി നോക്കി, ലിമിറ്റ് h ടെൻസ് ടു 0. ഈ ഓരോ ടേംസിനും നമുക്ക് ലിമിറ്റ് കൊടുക്കാമല്ലോ അല്ലേ? ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ 2x plus h by 2 divided by cos of x plus h into limit h tends to 0 sin h by 2 divided by h by 2. ഇങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമുണ്ടോ? ഇല്ല. പ്ലസ് 4 മൈനസ് കോസ് എക്സ് പുറത്തെടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 1 മൈനസ് കോസ് h ബൈ h മൈനസ് 4 ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ് പുറത്തെടുക്കാം. 4 സൈൻ എക്സ് ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. നോക്കുന്നുണ്ടാ? എങ്ങനെയാ എഴുതിയേ? 5/cos x പുറത്തെടുത്തു, ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ 2x പ്ലസ് h ബൈ 2 ബൈ കോസ് എക്സ് പ്ലസ് എച്ച്. ഇനി ഇവിടെ ഒന്നും കൂടെ ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് എ ബി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എ ഇൻറ്റു ലിമിറ്റ് ബി ആണല്ലോ. സോ സൈൻ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ 2 ബൈ h ബൈ 2 പ്ലസ് 4 എടുത്തു, ഈ മൈനസ് കോസ് എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 4 കോസ് എക്സ് ലിമിറ്റ് h ടെൻസ് ടു 0 1 മൈനസ് കോസ് h ബൈ h മൈനസ് 4 ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ് സൈൻ h ബൈ h. കുഴപ്പമുണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതെന്താ 1 അല്ലേ? ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ഇതെന്താ 1. ഇതെന്താ ലിമിറ്റ് h ടെൻസ് ടു 0 1 മൈനസ് കോസ് h ബൈ h. 0 ആണോ 1 ആണോ? 0 ആണ്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞേ. 5/cos x ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ 2x പ്ലസ് h ബൈ 2 ബൈ കോസ് എക്സ് പ്ലസ് h. ഇത് 1 അല്ലേ? എഴുതണ്ടല്ലോ. ഇനി ഇത് 0 അല്ലേ? അപ്പൊ ഈ ടേം 0 ആയി പോകുമല്ലോ. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് 4 സൈൻ എക്സ്, ഇത് 1 അല്ലേ? എഴുതണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തോ. ഇതുവരെ എഴുതി കഴിഞ്ഞല്ലായിരുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 5/cos x പറഞ്ഞേ. h 0 ആകുമ്പോൾ ബാക്കിയുള്ളത് എന്താ? സൈൻ 2x ബൈ 2. എന്താ സൈൻ 2x ബൈ 2? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ 0 ആയി ബൈ കോസ് എക്സ് മൈനസ് 4 സൈൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞേ. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താ? ടാൻ എക്സ് ആണ്. ഇവിടെ ഒരു 1/cos x ഉണ്ട്. 1/cos x എന്താ? സീക്ക് എക്സ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 സീക്ക് എക്സ് ടാൻ എക്സ് മൈനസ് 4 സൈൻ എക്സ്. ദിസ് ഈസ് ദി ആൻസർ. എഴുതിക്കും. എവിടെയൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. മിനിമം ഒരു 3 times എങ്കിലും എഴുതി പഠിക്കണേ. എന്തൊരു വൈഷ്ണവി, AC ഓഫ് ചെയ്യണോ?
കഴിഞ്ഞോ? ഇനി ആരെ കഴിയാറുള്ളേ? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നിങ്ങൾ പറയണോട്ടാ. ഇതാരാ ചെയ്യാ? വേദ. എളുപ്പം. ആദ്യം എന്താ എഴുതണ്ടേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കൊസീക് എക്സ്. f of x plus h is equal to cosec x plus h. F dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. Cosec എന്താ? 1 by 1 by h ആയിരിക്കും. 1 by h. അതായത് ഡിനോമിനേറ്ററിലുള്ള എച്ചിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ് 1 by h. അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും നേരം ചെയ്തത്? ഇനി ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? cosec of x plus h minus cosec x ആണ്. But we know that cosec x is what? 1 by sin x. So we can write this as 1 by sin of x plus h minus 1 by sin x. Next step എന്താ? Cross multiply. ലെഫ്റ്റ് സൈഡിന് എഴുതണ്ട, ഈക്വൽ ടു എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. ഈക്വൽ ടു ലിമിറ്റ് h tends to 0. സയോൺ നോക്കി എഴുതല്ലേ, അവിടെ ശ്രദ്ധിച്ചിരിക്കും. തനിയെ ചെയ്യുന്നവർ ചെയ്തോ, നോക്കി എഴുതണ്ട കേട്ടാ. sin x plus h divided by sin x into sin x plus h. ഇനി what is sin a minus sin b? sin a minus sin b എന്താണ്? sin a minus sin b cos a plus b by 2 sin a minus b by 2. sin a minus sin b equal 2 cos a plus b by 2 sin a minus b by 2. wait താഴത്തോട്ട് എഴുതിക്കും. limit h tends to 0 1 by h
ഓക്കെ. സൈൻ എക്സിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ അല്ലേ? അതിനകത്ത് എച്ചിന്റെ ടേം ഏതാ? ആ എ സി ഓക്കെ. ആ സൈൻ എക്സിനെ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റിന്റെ പുറത്തോട്ട് എഴുതാം കേട്ടോ. കാരണം അതിനകത്ത് എച്ച് ഒന്നും ഇല്ല. ലിമിറ്റ് അപ്ലൈ ചെയ്താലും ചേഞ്ച് ആവില്ല അല്ലെ? ചേഞ്ചസ് ഒന്നും വരത്തില്ല. ആ limit h tends to 0, 1 by h. Sin 2x plus h by 2 ആയിട്ട് എന്താ എഴുതിയേക്കുന്നത്? ആ മൈനസ് സൈൻ h by 2 അല്ലേ? ആ ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ആ ബാക്കി ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. എത്രയെന്ന് എഴുതിയെടുത്തേ? ആ ശരി. കഴിഞ്ഞോ? ഇനി ആരൊക്കെയാ കഴിയാനല്ലേ? ആ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സൈൻ എച്ച് ബൈ ടുവിന്റെ സൈൻ ആണ് നെഗറ്റീവ്. അത് കുറച്ച് മുകളിലാക്കി ഇട്ടാൽ മതി കേട്ടോ. കഴിഞ്ഞു എഴുതി. എത്ര കിട്ടി? എന്താ കിട്ടി? ചെറിയൊരു മിസ്റ്റേക്ക്. അല്ല ഓക്കെ. ഇതെങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് 1 by sin x limit h tends to 0 cos 2x plus h by 2 by sin x plus h into limit h tends to 0 sin h by 2
ബൈ എച്ച് ബൈ ടു. ഇങ്ങനെ എഴുതാവോ നോക്കി. ഞാനിവിടെ നോക്ക ഇവിടെ ഉണ്ടായിരുന്നൊരു നെഗറ്റീവ് സൈൻ ഞാൻ പുറത്തോട്ട് എടുത്തു. ഞാൻ പറഞ്ഞു ആരുടെ ഫോൺ സൈലന്റ് മോഡിലാക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് കയറാൻ കേട്ടോ. -1/sin x ലിമിറ്റ് h ടെൻഡ്സ് ടു 0. എന്ത് ചെയ്തു? 2 cos 2x plus h by 2 into sin x plus h. ഇവിടെ ഒരു ഇൻറ്റു ലിമിറ്റ് h ടെൻഡ്സ് ടു 0. നോക്കിയേ, sin h by 2 ഡിവൈഡഡ് ബൈ h ഇങ്ങോട്ടേക്ക് എടുത്തു, മുകളിലുള്ള 2 ഡിനോമിനേറ്ററിലോട്ട് എടുത്തു. ഇത്രയും നേരം നമ്മൾ ചെയ്തില്ല, അത് തന്നെയാ ചെയ്തേ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ? ലിമിറ്റ് h ടെൻഡ്സ് ടു 0 sin h by 2 by h by 2 എന്താ പറയും? എല്ലാ ക്വസ്റ്റിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1 ആണ് അല്ലെ, ഇതിന്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് ബാക്കി എന്തുണ്ട്? -1/sin x ലിമിറ്റ് h ടെൻഡ്സ് ടു 0. അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ പറഞ്ഞു, എച്ചിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? cos 2x by 2 that is cos x by sin x. ഓക്കെ, ഇനി 1/sin x എന്താ? cosec x. so minus cosec x cos x by sin x cot x. This is the answer. ഈ വാല്യൂ ബൈ ഹേർട്ട് ചെയ്തോണ്ടേ. minus cosec x cot x. ചെയ്ത് പഠിച്ചോളെ, ഇന്ന് തന്നെ ചെന്നിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഹോംവർക്ക് ആണ് കേട്ടോ. നമ്മൾ ചെയ്ത 3 cot x plus 5 cosec x ആണ്. നമ്മൾ ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുക. ഇന്ന് തന്നെ ചെന്ന് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. Find sin x minus 6 cos x plus 7. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക? ലിമിറ്റ് h ടെൻഡ്സ് ടു 0, 5 sin of x plus h minus 5 sin x minus 6 cos x plus h plus 6 cos x, and this plus 7 and minus 7 will get cancelled, divided by h, which is equal to limit h tends to 0, 5 common എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും?
സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് മൈനസ് 6 കോമൺ എടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇനി എന്താ? സൈൻ എ മൈനസ് സൈൻ ബി എന്താ? സൈനും അത് നമുക്ക് ഇപ്പൊ ഇറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല, അത് ഇപ്പൊ ഇറക്കാൻ പറ്റില്ല. ഓക്കെ, സൈൻ എ മൈനസ് സൈൻ ബി ഇക്വേഷൻ എന്താ? 2 കോസ് എഴുതിയിട്ടുണ്ടല്ലേ, എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പൊ എന്താ കിട്ടുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 5 പറഞ്ഞേ, പറയണില്ലേ? പറയും. സൈൻ എ മൈനസ് സൈൻ ബി 2 cos a plus b by 2 sin a minus b by 2 by h minus 6 cos x plus y. Cos x plus y equation എന്താ? Cos x plus y, cos x cos y minus sin x sin y minus cos x by h. ഇത്രയൊന്നും എഴുതിക്കേ. ഇനി ബാക്കി നിങ്ങൾ ചെയ്യണേ. ലിമിറ്റ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. ചെയ്തേ. നമ്മൾ ചെയ്തതുപോലെ തന്നെയാ, നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പിലെത്തി. ആദ്യം ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് ഇച്ചിരി പുറത്താക്കണം. പുറത്താക്കണോ? പുറത്താക്കി നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത സെയിം ആ മെത്തേഡ്. പുറത്താക്കണോ? പുറത്താക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ആൻസർ കിട്ടിയാൽ മതി. കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? വേഗം ചെയ്യും. ആൻസർ ആർക്കാ കിട്ടണമെന്ന് നോക്കട്ടെ. സൈവണ് കിട്ടിയോ? ബോർഡിൽ ചെയ്യണം കേട്ടാ. വേഗം ചെയ്തു. അത് കുഴപ്പമില്ല.
ഏതാണ് ഏത് ഐഡന്റിറ്റി? നമ്മളത് എക്സ്പാൻഡ് ചെയ്തതല്ലേ, കോസ് എക്സ് പ്ലസ് എച്ചിനെ എക്സ്പാൻഡ് ചെയ്തതല്ലേ. കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? അത് പറഞ്ഞേ. ഇവിടെ ലിമിറ്റ് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോ 5 കോൺസ്റ്റന്റ് ആണ്. 5 ലിമിറ്റ് h ടെൻസ് ടു 0 2 cos x plus x 2x 2x plus h by 2 sin x and minus x will get cancelled h by 2 divided by h. ഓക്കെ, ഞാൻ ഈ ഡിവൈഡഡ് ബൈ h ഇവിടെ മാത്രം കൊടുക്കുക, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ദാ ഈ 2 ഇല്ലേ, ഈ 2നെ ഇങ്ങോട്ടേക്കും കൊടുക്കുക, ഇങ്ങനെ എഴുതി. ഓക്കെ, മൈനസ് 6 കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ നോക്കിയേ, cos x cos h ഉണ്ട്. ഞാൻ മൈനസ് cos x കോമൺ എടുക്കുകയാണ്. മൈനസ് cos x കോമൺ എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? മൈനസ് cos x കോമൺ എടുത്തു. ഇവിടെ ഒരു 1 ഉണ്ടാകും. 1 മൈനസ് cos h ബൈ h മൈനസ് sin x sin h ബൈ h. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം അല്ലേ? 5 ലിമിറ്റ് h ടെൻസ് ടു 0 cos 2x plus h by 2 limit h tends to 0 sin h by 2 by h by 2 minus 6 cos x പുറത്തേക്ക് എടുക്കാമല്ലോ അല്ലേ? മൈനസ് cos x ആണ്. സോ ഇതെന്താകും? പ്ലസ് cos x ആകും. ലിമിറ്റ് h tends to 0 1 minus cos h by h minus 6 limit h tends to 0. സോറി, ഇവിടെ sin x പുറത്തേക്ക് എടുക്കാമല്ലോ. മൈനസ് 6 sin x ലിമിറ്റ് h tends to 0 sin h by h. സംശയമുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ വാല്യൂ എന്താ? 1. ഇതെന്താ? 0. ഇതെന്താ? 1. അപ്പൊ എന്താ കിട്ടുക? Which is equal to 5 limit h tends to 0 cos 2x plus h by 2 plus 6 cos x into 0 ആണ്. അപ്പോൾ ആ ടേം 0 ആയി. മൈനസ് 6 sin x into 1 അല്ലേ? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എച്ചിന്റെ വാല്യൂ 0 ആകും. 2x by 2 എന്താ? x. So 5 cos x minus 6 sin x. മൈനസ് പോയിട്ടുണ്ടല്ലോ. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരത്തില്ലേ? ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആണ്. മൈനസ് 6 വരും, പ്ലസ് വരും, പ്ലസ് വരുവേ. സോ 5 cos x plus 6 sin x. രജിസ്റ്റർ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ?
കഴിഞ്ഞോ? ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. d by dx of sin x equal cos x. d by dx of cos x equal minus sin x. d by dx of tan x equal sec square x. d by dx of cosec x minus cosec x cot x. d by dx of sec x sec x tan x. d by dx of cot x minus cosec square x. ഇത് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ട വാല്യൂസ് ആണ് കേട്ടോ. ബൈ ഹേർട്ട് ചെയ്ത് പഠിച്ചു. ഇതിപ്പോ നമുക്ക് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ഏതിന്റെയൊക്കെ പഠിച്ചിട്ടുണ്ട്? സൈൻ എക്സിന്റെയും കൊസീക് എക്സിന്റെയും നമ്മളിപ്പോ ചെയ്തു. യൂസിങ് ഇപ്പൊ നമ്മൾ ചെയ്തതാ. ഇത് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം കേട്ടോ.